ഹലോ സോൾ ഫാമിലി, എൻ്റെ എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. നിങ്ങളെല്ലാവരും ഹാപ്പി ആയിട്ടിരിക്കുന്നെന്ന് വിശ്വസിക്കുന്നു. നിങ്ങൾക്കെല്ലാവർക്കും ശാന്തിയും സമാധാനവും നേരുന്നു. ഇന്ന് വന്നിട്ട് തേഴ്സ്ഡേ ഗൈഡൻസ് ആണ് നോക്കുന്നത്, അതായത് ജൂൺ 19 എനർജിയാണ്. അപ്പോൾ ഈ ഒരു റീഡിംഗ് കാണുന്നതിന് മുന്നേ ആയിട്ട് ഫസ്റ്റ് നിങ്ങൾ പായൽ സെലക്ഷൻ നടത്താനായിട്ട് ശ്രമിക്കുക. സ്ക്രീനിൽ ഓൾറെഡി നിങ്ങൾക്ക് 2 പിക്ചേഴ്സ് കാണാൻ സാധിക്കും, പായൽ 1 ആൻഡ് പായൽ 2. കുറച്ചൊരു കാം എനർജിയിൽ ഇരുന്നിട്ട് നിങ്ങളുടെ ഇൻറ്റ്യൂഷൻ ട്രസ്റ്റ് ചെയ്തിട്ട് ഇതിൽ നിന്നൊരു എനർജി ചൂസ് ചെയ്യാനായിട്ട് ശ്രമിക്കുക. അതുപോലെ തന്നെ നിങ്ങളുടെ സ്നേഹത്തിനും സപ്പോർട്ടിനും ലോട്ട് ഓഫ് താങ്ക്സ്. നിങ്ങൾ പായൽ സെലക്ഷൻ നടത്തുക. നമുക്ക് റീഡിംഗ് ആയിട്ട് കാണാം. താങ്ക് യു. ഗുഡ് മോർണിംഗ്, എല്ലാവർക്കും സ്വാഗതം. നമുക്ക് നോക്കാം നിങ്ങളുടെ തേഴ്സ്ഡേ ഗൈഡൻസ് എന്താണെന്ന്. ജൂൺ 19 എനർജി പായൽ നമ്പർ 1 സെലക്ട് ചെയ്തവർക്ക് താങ്ക് യു. പായൽ നമ്പർ 1. ഇവിടെ ദ ടേർട്ടിലിൻ്റെ എനർജിയാണ്. കം ഔട്ട് ഓഫ് യുവർ ഷെൽ. ഇവിടെ ലാമയാണ്. ബ്രീത്ത് ഡീപ്ലി വിത്ത് ഹൈസ് ആൻഡ് ലോസ്. ഇവിടെ നിങ്ങളോട് ഇന്നത്തെ ദിവസം പറയുന്നത്, നിങ്ങളുടെ ഷെല്ലിൽ നിന്നിട്ട് പുറത്ത് കടക്കാനായിട്ട് ശ്രമിക്കുക. അതായത് നിങ്ങളുടെ കംഫർട്ട് സോൺ, നിങ്ങൾ എന്നും ചെയ്യുന്ന കാര്യങ്ങൾ, അതിൽ നിന്നും വ്യത്യസ്തമായിട്ട് മുന്നോട്ട് വരാനായിട്ട് ശ്രമിക്കുക. അത് നിങ്ങളെ ഈ ഒരു ദിവസം സഹായിക്കുന്നതാണ്. ഇവിടെ ലാമ വന്നിട്ട് പറയുന്നത്, നമ്മുടെ ലൈഫിൽ ഒത്തിരി അപ്സ് ആൻഡ് ഡൗൺസ് ഉണ്ടാകാം. ചിലപ്പോൾ ഒരേ രീതിയിൽ നമുക്ക് മുന്നോട്ട് പോകാനായിട്ട് സാധിക്കത്തില്ല. പക്ഷേ എന്ത് സാഹചര്യമായാലും അതിനെ കുറച്ചും കൂടെ ബോൾഡായിട്ട് നേരിടാനായിട്ട് ശ്രമിക്കുക. അത് നിങ്ങളെ ഈ ഒരു ദിവസം സഹായിക്കുന്നതാണ്. ഓക്കെ, കുറച്ച് പേർക്ക് ഇവിടെ ഡേ ഡ്രീമിങ്ങിൻ്റെ എനർജി, അല്ലെങ്കിൽ നിങ്ങളൊരു ഇല്യൂഷൻ അല്ലെങ്കിൽ ഇമാജിനറി വേൾഡ്, നിങ്ങളുടെ ഒരു സങ്കല്പ ലോകത്തിരിക്കുന്നുണ്ടാകാം. നിങ്ങളുടെ വേൾഡിൽ, നിങ്ങളുടെ ആ ഒരു ലോകത്ത് ലോസ്റ്റ് ആയിട്ടിരിക്കുന്നുണ്ടാകാം. അപ്പോൾ അങ്ങനത്തെ ഒരു എനർജിയിൽ ഇരിക്കുന്നുണ്ടെങ്കിൽ ചില സാഹചര്യങ്ങളിൽ നിങ്ങൾക്ക് ചെയ്യേണ്ട കാര്യങ്ങൾ, നിങ്ങളുടെ റെസ്പോൺസിബിലിറ്റീസ് നിങ്ങൾക്ക് കറക്റ്റായിട്ട് ചെയ്തു തീർക്കാനായിട്ട് സാധിക്കത്തില്ല. നിങ്ങൾ പ്ലാനിങ് ചെയ്യുന്നുണ്ടാകാം, ഒത്തിരി കാര്യങ്ങൾ ചെയ്യണമെന്ന് ആഗ്രഹിക്കുന്നുണ്ടാകാം. പക്ഷേ അത് എക്സിക്യൂട്ട് ചെയ്യാനായിട്ട്, പ്രാക്ടിക്കലായിട്ട് പ്രായോഗികമായിട്ട് അതിന് വേണ്ടിയിട്ട് ആക്ഷൻസ് എടുക്കാനായിട്ട് സാധിക്കുന്നുണ്ടാകില്ല. അപ്പോൾ അതും കുറച്ചൊന്ന് ശ്രദ്ധിക്കുക. ഈ ഒരു സമയത്ത് വന്നിട്ട് പ്ലാനിങ് നല്ലതാണ്, കെയർഫുള്ളി അത് ചെയ്യുക. പക്ഷേ അതോടൊപ്പം തന്നെ അത് പ്രാവർത്തികമാക്കാനായിട്ടും ശ്രമിക്കുക. അതിന് കുറച്ചും കൂടെ ബോൾഡായിട്ടുള്ള എനർജി ആവശ്യമാണ്. നിങ്ങളുടെ ഷെല്ലിൽ നിന്നിട്ട് പുറത്ത് കടക്കാനായിട്ട് ശ്രമിക്കുക. അത് നിങ്ങളെ സഹായിക്കുന്നതാണ്. ഒത്തിരി ഒത്തിരി ധൃതി കൂട്ടേണ്ട ആവശ്യമില്ല. പക്ഷേ സ്ലോ ആൻഡ് സ്റ്റഡി ആയിട്ട് അതിന് വേണ്ടിയിട്ടുള്ള സ്റ്റെപ്സ്, അതിന് വേണ്ടിയിട്ടുള്ള തയ്യാറെടുപ്പുകൾ നടത്താനായിട്ട് ശ്രമിക്കുക. അത് നിങ്ങളെ മുന്നോട്ട് സഹായിക്കുന്നതാണ്. ഓക്കെ, ഇവിടെ വൂൾഫിൻ്റെ എനർജിയും വരുന്നുണ്ട്. കുറച്ച് പേർക്ക് നിങ്ങളുടെ ബുദ്ധിശക്തി കറക്റ്റായിട്ട് യൂസ് ചെയ്യാനായിട്ടും പറയുന്നുണ്ട് ഈ ഒരു സമയത്ത് വന്നിട്ട്. പ്രത്യേകിച്ചും നിങ്ങൾ ഗ്രൂപ്പായിട്ടുള്ള ആക്ടിവിറ്റി ആയിട്ട് കണക്ട് ചെയ്യണ സമയത്ത്, അല്ലെങ്കിൽ ഫാമിലി ആയിട്ട് ഉള്ള ആ ഒരു റിലേഷൻഷിപ്പിലായിരിക്കാം കുറച്ചും കൂടെ നിങ്ങളുടെ ആ ഒരു ബുദ്ധിശക്തി, നിങ്ങളുടെ ആ ഒരു ഇൻ്റലിജൻസ് കറക്റ്റായിട്ട് യൂസ് ചെയ്യുക. അതും കുറച്ച് പേരെ ഈ ഒരു ദിവസം സഹായിക്കുന്നതാണ്. ഓക്കെ, അപ്പോൾ ടെൻഷൻസ് ഉണ്ടാകുന്നുണ്ടെങ്കിൽ ബ്രീത്തിങ് എക്സസൈസ് ചെയ്യുക. കുറച്ചും കൂടെ കാമായിട്ടിരിക്കാനായിട്ട് ശ്രമിക്കുക. അതും കുറച്ച് പേരെ ഈ ഒരു ദിവസം സഹായിക്കുന്നതാണ്. ബാക്കിയുള്ള എനർജീസ് നോക്കാം. താങ്ക് യു. 3 ഓഫ് സോർഡ്സ്. കുറച്ച് പേർക്ക് ഹെൽപ്പ് ലഭിക്കുന്നതാണ് ഹീലിങ്ങിന് വേണ്ടിയിട്ട്. എന്തെങ്കിലുമൊക്കെ മിസ്അണ്ടർസ്റ്റാൻഡിങ് അല്ലെങ്കിൽ എന്തെങ്കിലും പ്രശ്നത്തിൽപ്പെട്ടിരിക്കുന്നുണ്ടെങ്കിൽ, വേറെ ഏത് രീതിയിൽ വേണമെങ്കിലും ആകാം. ചിലപ്പോൾ ഒരു ക്ലൈമറ്റായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള എന്തെങ്കിലും പ്രോബ്ലംസ് ആയിരിക്കാം. ചിലപ്പോൾ നിങ്ങൾ ഒറ്റപ്പെട്ടു പോകുന്ന സാഹചര്യങ്ങൾ. അപ്പോൾ നിങ്ങൾക്കൊരു സഹായമായിട്ടൊരു വ്യക്തി വരുന്നതായിരിക്കാം. എന്തെങ്കിലുമൊക്കെ നല്ല ജസ്റ്റേഴ്സ്, നല്ല എനർജീസ് നിങ്ങളോട് ഷെയർ ചെയ്യുന്നതായിരിക്കാം. ചെറിയ ചെറിയ കോൺവെർസേഷൻസ്, ചെറിയ എനർജി, ചെറിയ ഒരു ഗൈഡൻസ് ആയിരിക്കാം. പക്ഷേ അത് നിങ്ങളുടെ ലൈഫിൽ ഒത്തിരി ഇമ്പാക്റ്റ് ഉണ്ടാക്കുന്നതായിട്ട് ഈ ഒരു ദിവസം എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. അപ്പോൾ ആവശ്യഘട്ടങ്ങളിൽ കുറച്ച് പേർക്ക് സഹായം ലഭിക്കുന്നുണ്ടാകാം. ഇത് ചിലപ്പോൾ നിങ്ങൾക്കായിരിക്കാം, അല്ലെങ്കിൽ മറ്റുള്ളവർക്ക് നിങ്ങളൊരു സഹായം കൊടുക്കാനായിട്ട് ആ ഒരു ഓപ്പൺ മൈൻഡ് സെറ്റിലിരിക്കുന്നതായിട്ട് കുറച്ച് പേർക്ക് എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. കുറച്ച് പേർക്ക് ആദ്യം പറഞ്ഞ പോലെ തന്നെ പാസ്റ്റിൽ എന്തെങ്കിലും കാര്യങ്ങൾ ഹീൽ ചെയ്യാനായിട്ട്, ലെറ്റ് ഗോ ചെയ്യാനായിട്ടുള്ള എന്തെങ്കിലും അവസരങ്ങൾ, ഓപ്പർച്യൂണിറ്റീസ് ആയിരിക്കാം. കുറച്ചും കൂടെ സറണ്ടറിൽ വരിക, കുറച്ചും കൂടെ ഫൊർഗീവ്നെസ്സിൻ്റെ എനർജി, ക്ഷമിക്കാനായിട്ടുള്ള ഒരു എനർജിയിലോട്ട് ടാപ്പിൻ ചെയ്യുക. അതിന് നിങ്ങൾക്ക് ഒത്തിരി സഹായം ലഭിക്കുന്നതാണ് ഈ ഒരു സമയത്ത് വന്നിട്ട്. 8 ഓഫ് സോഡ്സിൻ്റെ എനർജി. ഇതിലും നമുക്ക് ഒരു ടഫ് സിറ്റുവേഷനിൽ നിന്നിട്ട്, ബുദ്ധിമുട്ടുള്ള ഒരു സിറ്റുവേഷനിൽ നിന്നിട്ട് പുറത്തോട്ട് കിടക്കുന്ന ഒരു എനർജിയാണ് കാണുന്നത്.
ഇവിടെ പറഞ്ഞ പോലെ തന്നെ ഹെൽപ്ലെസ് ആയിട്ടുള്ള ഒരു എനർജി, എന്നെക്കൊണ്ട് സാധിക്കുമോ, അല്ലെങ്കിൽ ആദ്യം ഞാൻ പറഞ്ഞ പോലെ തന്നെ ഉത്തരവാദിത്തം ഏറ്റെടുത്തു കഴിഞ്ഞാൽ എന്താവും, പേടിയായിരിക്കാം, അല്ലെങ്കിൽ ഇല്യൂഷൻ ആയിരിക്കാം. അപ്പോൾ അതിൽ നിന്നെല്ലാം മുന്നോട്ട് വരാനായിട്ട് കുറച്ച് പേര് പ്രയത്നിക്കുന്ന ഒരു എനർജിയും കാണുന്നുണ്ട്. ഓക്കെ, ഇവിടെ എഗെയിൻ ഏഞ്ചൽസ് അല്ലെങ്കിൽ നിങ്ങളുടെ സ്പിരിച്വൽ ടീമിൻ്റെ ഒത്തിരി സപ്പോർട്ട് കാണുന്നുണ്ട്. ആ ഒരു എനർജി നിങ്ങളുടെ മുന്നിൽ പല രൂപത്തിൽ വർക്ക് ചെയ്യുന്നുണ്ടാകാം. ഈ ഒരു ദിവസം വന്നിട്ട് പല പാത്ത്, പല വഴികൾ നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഓപ്പൺ ആക്കുന്നുണ്ടാകാം ഹീലിങ്ങിന് വേണ്ടിയിട്ട്. കുറച്ച് പേർക്ക് ഹാർട്ട് സ്പേസ് ആയിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള, കുറച്ച് പേർക്ക് ലവ് റൊമാൻസ് ആയിരിക്കാം, അല്ലെങ്കിൽ എന്തെങ്കിലും കുറേ നാളായിട്ടൊരു ബുദ്ധിമുട്ടുണ്ടായിട്ടുണ്ട്, പൈസയുടെ ആയിരിക്കാം, അല്ലെങ്കിൽ ദുഃഖങ്ങൾ ഉണ്ടായിട്ടുണ്ടെങ്കിൽ അത് മറികടക്കാനായിട്ടായിരിക്കാം ഈ ഒരു സഹായം കുറച്ച് പേർക്ക് ലഭിക്കുന്നത്. എഗെയിൻ എൻഡിങ്സ് ആണ് കാണിക്കുന്നത്. എന്തെങ്കിലും ഹെൽത്ത് പ്രോബ്ലംസ് ഉണ്ടെങ്കിൽ കുറച്ച് പേർക്ക് അവിടെ ഒരു സപ്പോർട്ട് ലഭിക്കുന്നതായിട്ട് എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. ചിലപ്പോൾ ഒറ്റയ്ക്ക് ചെയ്യാൻ സാധിക്കാത്ത എന്തെങ്കിലും കാര്യങ്ങളായിരിക്കാം, അതിന് നിങ്ങൾക്ക് എന്തെങ്കിലുമൊക്കെ സഹായം ലഭിക്കുന്നുണ്ടാകാം. കുറച്ച് പേര് ഓവർ ടൈം വർക്ക് ചെയ്യുന്നതായിട്ടും എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. അതും നിങ്ങളുടെ ഹെൽത്തിനെ എഫക്റ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ കുറച്ചുകൂടെ റെസ്റ്റ് എടുക്കാനായിട്ട് നിങ്ങൾക്ക് അവസരങ്ങൾ ലഭിക്കുന്നുണ്ടാകാം. കുറച്ച് പേർക്ക് നിങ്ങളുടെ ഹാർഡ് വർക്കിന് എന്തെങ്കിലുമൊക്കെ ഫ്രൂട്ട്സ്, എന്തെങ്കിലുമൊക്കെ പോസിറ്റീവ് എനർജി വരുന്നതുമാകാം. ഓക്കെ, 4 ഓഫ് പെൻറ്റക്കിൾസിൻ്റെ എനർജി. കുറച്ച് പേർക്ക് ഇത് നിങ്ങളുടെ മണി, ഫിനാൻസ് ആയിട്ട് റിലേറ്റ് ചെയ്തിട്ട് സാമ്പത്തികമായിട്ടുള്ള എന്തെങ്കിലും ബുദ്ധിമുട്ടുകൾ ഉണ്ടാകുന്നുണ്ടെങ്കിൽ കുറച്ച് പേർക്ക് അവിടെ ഒരു എഗെയിൻ സഹായമായിരിക്കാം, അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ ബ്ലെസ്സിങ്സ് വരുന്നുണ്ടാകാം ഈ ഒരു സമയത്ത് വന്നിട്ട്. ചിലപ്പോൾ കറക്റ്റ് ടൈമിൽ മണി നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കാം. കുറച്ച് പേർക്ക് സമയമായിരിക്കാം, സമയം നന്നായിട്ട് യൂസ് ചെയ്യാനായിട്ടുള്ള അവസരങ്ങളായിരിക്കാം നിങ്ങളുടെ ലൈഫിലോട്ട് വരുന്നത്. കുറച്ച് പേർക്ക് ബിസിനസ് റിലേറ്റഡ് ആയിട്ടുള്ള എന്തെങ്കിലുമൊക്കെ ഡിസിഷൻസ്, തീരുമാനങ്ങൾ എടുക്കാനായിട്ട് കുറച്ച് പേര് ശ്രമിക്കുന്നുണ്ടാകാം. നിങ്ങളുടെ ഫൈനൽ ബ്ലെസ്സിങ് എന്താണെന്ന് നോക്കാം. പായൽ നമ്പർ 1 സെലക്ട് ചെയ്തവരുടെ ഇന്നത്തെ ബ്ലെസ്സിങ് എന്താണ്? താങ്ക് യു. ഓക്കെ, ഈ 2 കാർഡ്സ് വരണം. ബാക്കിൽ കിങ് ഓഫ് സോഡ്സിൻ്റെ എനർജിയാണ് കാണുന്നത്. 7 ഓഫ് പെൻറ്റക്കിൾസ് ആൻഡ് ഏസ് ഓഫ് കപ്സിൻ്റെ എനർജി. ഇതിലും ഒത്തിരി ഹീലിംഗ് ആണ് കാണുന്നത് ബ്ലെസ്സിങ്ങിൻ്റെ രൂപത്തിൽ. ഹാർട്ട് ചക്ര, അവിടെ കുറച്ചൊരു ബാലൻസ് വരുന്നതാണ്, ഹീലിംഗ് വരുന്നതാണ്. കുറച്ചും കൂടെ ഇമോഷൻസ്, വൈകാരികമായിട്ടുള്ള എനർജീസ് നിങ്ങൾക്ക് ബാലൻസ് ചെയ്യാനായിട്ട്, കൺട്രോൾ ചെയ്യാനായിട്ട്, കറക്റ്റായിട്ട് മാനേജ് ചെയ്യാനായിട്ട് കുറച്ച് പേർക്ക് ഇന്നത്തെ ദിവസം സാധിക്കുന്നുണ്ടാകാം. കുറച്ച് പേർക്ക് ഒത്തിരി നാളായിട്ട് വെയിറ്റ് ചെയ്തിരുന്ന എന്തെങ്കിലും കാര്യങ്ങൾക്ക് ഒരു ബ്ലെസ്സിങ് ആയിരിക്കാം വരുന്നുണ്ടാകുക. അല്ലെങ്കിൽ ഒത്തിരി നാളായിട്ട് നിങ്ങൾ ഒത്തിരി ഹാർഡ് വർക്ക് ചെയ്തിട്ടുണ്ടാകാം, എഫേർട്ട് കൊടുത്തിട്ടുണ്ടാകാം. ഇവിടെ ഒരു ഹീലിംഗ്, ഒരു പോസിറ്റീവായിട്ടുള്ള ചേഞ്ചസ് കൊണ്ടുവരാൻ വേണ്ടിയിട്ട് അത് കുറച്ച് പേർക്ക് പോസിബിൾ ആകുന്നതാണ് ഈ ഒരു സമയത്ത് വന്നിട്ട്. കുറച്ച് പേർക്ക് ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള കമ്മ്യൂണിക്കേഷനും എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. നല്ല വാർത്തകൾ, നല്ല ന്യൂസ്, ഇൻഫർമേഷൻസ് നിങ്ങളുടെ അടുത്തോട്ട് വരുന്നുണ്ടാകാം. കുറച്ച് പേർക്ക് നിങ്ങളുടെ മനസ്സിന് ഇഷ്ടപ്പെട്ട എന്തെങ്കിലും കാര്യങ്ങൾ മേടിക്കാനായിട്ടുള്ള ഒരു ബ്ലെസ്സിങ് ആണ്. കുറച്ച് പേർക്ക് ഇവിടെ ഓർഗാനിക്കായിട്ട് അല്ലെങ്കിൽ പ്രകൃതിയായിട്ട് ഇണങ്ങി ചേർന്ന് ജീവിക്കാനായിട്ടുള്ള ഒരു അവസരം ലഭിക്കുന്നുണ്ടാകാം. കുറച്ച് പേർക്ക് വെക്കേഷൻ ആയിരിക്കാം, കുറച്ചും കൂടെ റിലാക്സ്ഡ് ആയിട്ടിരിക്കാനായിട്ടുള്ള അവസരങ്ങളായിരിക്കാം. കുറച്ച് പേർക്ക് ഫാമിലി ഹോം വിസിറ്റ് ചെയ്യാനായിട്ടുള്ള, കുടുംബ വീട്, അങ്ങനത്തെ എനർജീസ് വിസിറ്റ് ചെയ്യാനായിട്ടുള്ള ഒരു ബ്ലെസ്സിങ് ആയിരിക്കാം. അത് നിങ്ങളുടെ റൂട്ട്സ് ആയിട്ട്, നിങ്ങളുടെ പാരമ്പര്യം, നിങ്ങളുടെ ഹോമായിട്ട് കണക്ട് ചെയ്യാനായിട്ട് നിങ്ങളെ സഹായിക്കുന്നുണ്ടാകാം. അപ്പോൾ വിഷ് യു ആൾ ദി ബെസ്റ്റ്. എല്ലാ ഹീലിങ്ങിനും കുറച്ചും കൂടെ ഓപ്പൺ മൈൻഡഡ് ആയിട്ട് സ്വീകരിക്കാനായിട്ട് റെഡി ആയിട്ടിരിക്കുക. അപ്പോൾ ഇത്രയാണ് പായൽ നമ്പർ 1 ചൂസ് ചെയ്തവരുടെ ഇന്നത്തെ മെസ്സേജസ് ആൻഡ് ഗൈഡൻസ് വന്നിട്ട്. നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഫാമിലി ഫ്രണ്ട്സൊക്കെ ആയിട്ട് ഷെയർ ചെയ്യാനായിട്ടും മറക്കാതിരിക്കുക. അടുത്ത റീഡിംഗ് ആയിട്ട് കാണുമ്പോൾ ബൈ ആൻഡ് ടേക്ക് കെയർ. താങ്ക് യു. ഗുഡ് മോർണിംഗ്, എല്ലാവർക്കും സ്വാഗതം. നമുക്ക് നോക്കാം നിങ്ങളുടെ തേഴ്സ്ഡേ ഗൈഡൻസ് എന്താണെന്ന്. പായൽ നമ്പർ 2 സെലക്ട് ചെയ്തവരുടെ ജൂൺ 19th എനർജി എന്താണ്? താങ്ക് യു. താങ്ക് യു. ഇവിടെ ദ ഡോൾഫിൻ്റെ എനർജിയാണ്. വി ഇൻഫെക്റ്റ് യു വിത്ത് അവർ ജോയ്. ദ മൗസ്, യു വിൽ ഫീൽ സ്മോൾ ബട്ട് യു ആർ സ്ട്രോങ്ങർ ദാൻ യു നോ. ഇന്ന് നിങ്ങളുടെ ശക്തി, നിങ്ങളുടെ ഇന്നർ സ്ട്രെങ്ത് മനസ്സിലാക്കി പെരുമാറാനായിട്ടാണ് പറയുന്നത്. ചില സാഹചര്യങ്ങളിൽ, കോൺവെർസേഷൻ്റെ ഇടയിലായിരിക്കാം, ചില സന്ദർഭങ്ങളിൽ ചിലപ്പോൾ നിങ്ങളെ കൊച്ചാക്കുന്നതായിട്ട് അല്ലെങ്കിൽ നിങ്ങളെ നെഗറ്റീവായിട്ടുള്ള രീതിയിൽ മറ്റുള്ളവർ ചിത്രീകരിക്കുന്നതായിട്ട് നിങ്ങൾക്ക് ഫീൽ ചെയ്യുന്നുണ്ടാകാം.
ചിലപ്പോൾ ആവശ്യത്തിനുള്ള സ്നേഹം പരിഗണന നൽകാത്ത ഒരു എനർജി ആയിരിക്കാം. ചിലപ്പോൾ നിങ്ങളത് എക്സ്പെക്റ്റ് ചെയ്യുന്നുണ്ടാകാം, പ്രതീക്ഷിക്കുന്നുണ്ടാകാം. അവിടെ എന്തെങ്കിലുമൊക്കെ നിരാശകൾ വരുന്നതായിരിക്കാം. ഓക്കെ, അപ്പോൾ നിങ്ങളോട് പറയുന്നത് നിങ്ങളുടെ എനർജി എന്താണോ അത് മനസ്സിലാക്കാനായിട്ട് ശ്രമിക്കുക, സ്ട്രോങ് ആയിട്ടിരിക്കാനായിട്ട് ശ്രമിക്കുക. നിങ്ങളുടെ വർത്ത് മനസ്സിലാക്കിയിട്ട് നിങ്ങളുടെ എനർജി ഷെയർ ചെയ്യുക, നിങ്ങളുടെ മൂല്യം മനസ്സിലാക്കിയിട്ട് നിങ്ങളെ എനർജി ഷെയർ ചെയ്യുക. അത് നിങ്ങളെ സഹായിക്കുന്നതാണ്. അപ്പോൾ ഒരു കാര്യവും ചെറുതല്ല, എല്ലാത്തിനും അതിൻ്റേതായിട്ടുള്ള ഇമ്പോർട്ടൻസ് ഉണ്ട്. അപ്പോൾ അത് മനസ്സിലാക്കാനായിട്ടാണ് കുറച്ച് പേരോട് ഈ ഒരു ദിവസം പറയുന്നത്. ഇവിടെ ഡ്രാഗൺ ഫ്ലൈയും വന്നിട്ടുണ്ട്. ഡോണ്ട് ബി ബോക്സ്ഡ് ഇൻ, റീച്ച് ഫോർ ദ സ്റ്റാർസ്. ഓക്കെ, അഗെയിൻ എന്താ പറയുക, ആ ഒരു ഞാൻ സ്റ്റക്കാണ്, എന്നെക്കൊണ്ട് ഇത് പോസിബിൾ അല്ല, അല്ലെങ്കിൽ ആ ഒരു ചട്ടക്കൂടിൽ നിന്നിട്ട് വ്യത്യസ്തമായിട്ട് ചിന്തിക്കാനായിട്ടുള്ള ഒരു ബുദ്ധിമുട്ടായിരിക്കാം. നിങ്ങളുടെ പെർസ്പെക്റ്റീവിൽ, കാഴ്ചപ്പാടിലുള്ള ബുദ്ധിമുട്ടായിരിക്കാം കുറച്ച് പേർക്ക് ഇത് വന്നിട്ട്. അപ്പോൾ അവിടെ കുറച്ചും കൂടെ വിശാലമായിട്ട്, കുറച്ചും കൂടെ ഓപ്പൺ മൈൻഡഡ് ആയിട്ട് കാര്യങ്ങളെ മനസ്സിലാക്കാനായിട്ടാണ് ഈ ഒരു സമയത്ത് നിങ്ങളോട് പറയുന്നത്. അപ്പോൾ കോൺവെർസേഷൻസ് അല്ലെങ്കിൽ ഗ്രൂപ്പായിട്ടുള്ള ആക്ടിവിറ്റീസ് കുറച്ചും കൂടെ ശ്രദ്ധയോടുകൂടി കൈകാര്യം ചെയ്യാനായിട്ട് ശ്രമിക്കുക ഇന്നത്തെ ദിവസം വന്നിട്ട്. നിങ്ങളുടെ ബാക്കിയുള്ള എനർജീസും കൂടെ നോക്കാം. താങ്ക് യു. ഫയൽ നമ്പർ 2 സെലക്ട് ചെയ്തവരുടെ എനർജീസ്. കിങ് ഓഫ് വാൻഡ്സിൻ്റെ എനർജിയാണ്. കുറച്ച് പേർക്ക് ഇന്ന് അവസരങ്ങൾ ലഭിക്കുന്നതാണ്. പല രീതിയിലായിരിക്കാം ഈ ഒരു അവസരം നിങ്ങളുടെ ലൈഫിലോട്ട് വരുന്നത്. കുറച്ച് പേർക്ക് സ്പോട്ട് ലൈറ്റ് ആയിരിക്കാം, എന്തെങ്കിലും ഒരു കാര്യം, ഒരു ആശയം, നിങ്ങളുടെ മനസ്സിലുള്ള ഐഡിയ ആയിരിക്കാം, അത് ഷെയർ ചെയ്യാനായിട്ടുള്ള അവസരമായിരിക്കാം. അല്ലെങ്കിൽ നിങ്ങളുടെ ടാലൻസ്, നിങ്ങളുടെ ക്രിയേറ്റീവായിട്ടുള്ള കലാപരമായിട്ടുള്ള എനർജിയിൽ എന്തെങ്കിലുമൊക്കെ ഒരു പോസിറ്റിവിറ്റി, ഒരു സ്പോട്ട് ലൈറ്റ് വരുന്നതായിരിക്കാം. കുറച്ച് പേർക്ക് എഗെയിൻ പബ്ലിക് സ്പീക്കിംഗ് ആയിരിക്കാം. കുറച്ച് പേർക്ക് ഇത് ഇൻ്റർനെറ്റ് ആയിരിക്കാം, അവിടെ ഒരു പ്ലാറ്റ്ഫോം ലഭിക്കുന്നുണ്ടാകാം. അതുവഴി നിങ്ങളുടെ ആ ഒരു പോസിറ്റിവിറ്റി നിങ്ങൾക്ക് ഷെയർ ചെയ്യാനായിട്ടുള്ള അവസരങ്ങൾ ലഭിക്കുന്നുണ്ടാകാം. അപ്പോൾ അതെല്ലാം നന്നായിട്ട് യൂസ് ചെയ്യാനായിട്ട് ശ്രമിക്കുക ഈ ഒരു സമയത്ത് വന്നിട്ട്. ഓക്കെ, 9 ഓഫ് കപ്സിൻ്റെ എനർജി. ഒത്തിരി മാജിക്കലായിട്ടുള്ള ടൈമാണ്. ഒത്തിരി അവസരങ്ങൾ, ഓപ്പർച്യൂണിറ്റീസ്, നിങ്ങളുടെ വിഷസ് ഇവിടെ പൂർത്തീകരിക്കാനായിട്ടുള്ള ഒരു അവസരം നിങ്ങൾക്ക് ലഭിക്കുന്നതാണ്. കുറച്ച് പേർക്ക് ഇത് ബാലൻസിൻ്റെയാണ്. നിങ്ങളെന്താണോ ആഗ്രഹിക്കുന്നത് ആ കാര്യങ്ങൾ നിങ്ങളുടെ ലൈഫിലോട്ട് ഓർഗാനിക്കലി അട്രാക്റ്റ് ചെയ്ത് വരുന്ന ഒരു സമയമായിരിക്കാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നിങ്ങൾ ഒത്തിരി എഫേർട്ട് കൊടുക്കുന്നുണ്ടാകില്ല, അല്ലെങ്കിൽ ചേസ് ചെയ്യുന്നുണ്ടാകില്ല. പക്ഷേ നിങ്ങൾക്ക് അർഹതപ്പെട്ടതാണെന്ന് മനസ്സിലാക്കിയിട്ട് ആ ഒരു എനർജീസ് നിങ്ങളുടെ അടുത്തോട്ട് വരുന്നതായിട്ടാണ് എനിക്ക് ഫീൽ ചെയ്യുന്നത്. അപ്പോൾ അതിന് ഫസ്റ്റ് നിങ്ങൾക്ക് നിങ്ങളുടെ ആ ഒരു കേപ്പബിലിറ്റി, നിങ്ങളുടെ ആ ഒരു കഴിവുകൾ നിങ്ങൾ പാസ്റ്റിൽ പ്രൂവ് ചെയ്തിട്ടുണ്ടാകാം, അല്ലെങ്കിൽ അത് മനസ്സിലാക്കിയിട്ട് വരുന്ന ഓപ്പർച്യൂണിറ്റി, അവസരങ്ങളായിരിക്കാം. അപ്പോൾ അത് നന്നായിട്ട് യൂസ് ചെയ്യാനായിട്ട് ശ്രമിക്കുക. കുറച്ച് പേർക്ക് ഇത് നിങ്ങളുടെ ഉള്ളിലെ മാസ്കുലിൻ ആൻഡ് ഫെമിനിൻ എനർജിയിലൊരു ബാലൻസ് ആണ്. അത് തമ്മിൽ ബാലൻസ്ഡ് ആയിട്ടിരിക്കുമ്പോൾ കുറച്ചും കൂടെ സ്ട്രോങ് ആയിട്ടിരിക്കാനായിട്ട് നിങ്ങൾക്ക് ഈ ഒരു ദിവസം സാധിക്കുന്നതാണ്. കുറച്ച് പേർക്ക് ആദ്യം ഞാൻ പറഞ്ഞ പോലെ തന്നെ നിങ്ങളുടെ ഡ്രീംസ് റിയാലിറ്റിയിലോട്ട് കൊണ്ടുവരാനായിട്ട്, എന്താ പറയുക, പ്രാക്ടിക്കലായിട്ടുള്ള ആക്ഷൻസ് എടുക്കാനായിട്ട് ബ്ലെസ്സിങ്സ് ഉണ്ടാകുന്നതായിട്ടും എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. മൂണിൻ്റെ എനർജി, ഇതിലും ഒത്തിരി ഇൻറ്റ്യൂഷൻ കാണുന്നുണ്ട്, സൈക്കിക് ആയിട്ടുള്ള എബിലിറ്റീസ് കാണുന്നുണ്ട്. കുറച്ച് പേർക്ക് അൺനെസസറി ആയിട്ടുള്ള വറി, എന്തെങ്കിലും ടെൻസ്ഡ് ആയിട്ടുള്ള ഒരു സിറ്റുവേഷനിൽ ഇരുന്നിട്ടുണ്ടായിരിക്കാം. അതായത് എന്തായിരിക്കും സംഭവിക്കാൻ പോകുന്നത്, ഇത് പറഞ്ഞാൽ എന്തായിരിക്കും അതിൻ്റെ എൻഡ് റിസൾട്ട് വന്നിട്ട്, അങ്ങനത്തെ എന്തെങ്കിലും ഇല്യൂഷൻ, ഭയത്തിൽ നിങ്ങൾ ഇരിക്കുന്നുണ്ടായിരുന്നെങ്കിൽ, അല്ലെങ്കിൽ നിങ്ങൾക്ക് എഗെയിൻസ്റ്റ് ആയിട്ട് എന്തെങ്കിലുമൊക്കെ എനർജീസ് വർക്ക് ചെയ്യുന്നുണ്ട്, പ്രതികൂലമായിട്ടുള്ള ഒത്തിരി സാഹചര്യങ്ങൾ എൻ്റെ ലൈഫിലുണ്ടാകുന്നതാണ്, അങ്ങനത്തെയൊക്കെ ഫിയറിൽ ഇരിക്കുന്നുണ്ടെങ്കിൽ കുറച്ച് പേർക്ക് അത് ലെറ്റ് ഗോ ചെയ്യാനായിട്ട്, കുറച്ചും കൂടെ മുന്നോട്ട് വരാനായിട്ടുള്ള ഒരു അവസരം, ഓപ്പർച്യൂണിറ്റീസ് ഉണ്ടാകുന്നതാണ്. കുറച്ച് പേർക്ക് ആദ്യം പറഞ്ഞ പോലെ തന്നെ ഇൻറ്റ്യൂഷൻ സ്ട്രോങ് ആയിരിക്കാം, നിങ്ങൾക്ക് സൈൻസ് ലഭിക്കുന്നുണ്ടാകാം, മെസ്സേജസ് വരുന്നുണ്ടാകാം. അത് കെയർഫുള്ളി മനസ്സിലാക്കി കഴിയുമ്പോൾ കറക്റ്റായിട്ടുള്ള എനർജി ചൂസ് ചെയ്യാനായിട്ട് കുറച്ച് പേർക്ക് സാധിക്കുന്നതാണ്. ഇവിടെ 6 ഓഫ് കപ്സിലെ എനർജി, കുറച്ച് പേർക്ക് ഇവിടെ ചൈൽഡ്ഹുഡിൻ്റെ എനർജി കാണുന്നുണ്ട്. ഫാമിലി, ആൻസിസ്ട്രി, കുടുംബം, അതൊക്കെയായിട്ട് കണക്ട് ചെയ്തിട്ടുള്ള എനർജി കാണുന്നുണ്ട്. അവിടെ എന്തെങ്കിലുമൊക്കെ പോസിറ്റീവ് എനർജി വരുന്നുണ്ടാകാം. കുറച്ച് പേർക്ക് ഇന്നർ ചൈൽഡ് ഹീലിംഗ് ആയിരിക്കാം. കുട്ടിക്കാലമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള എന്തെങ്കിലും ഇഷ്യൂസിൽ എന്തെങ്കിലുമൊക്കെ പോസിറ്റീവ് എനർജി വരുന്നതായിരിക്കാം. അല്ലെങ്കിൽ പാസ്റ്റിലുള്ള വ്യക്തികളെ മീറ്റ് ചെയ്യാനായിട്ടുള്ള ഒരു അവസരമായിരിക്കാം. ചിലപ്പോൾ കുറച്ച് നാളായിട്ട് കണക്ഷൻ വിട്ട് പോയിട്ടുണ്ടാകാം. അങ്ങനത്തെ എന്തെങ്കിലും എനർജീസിൽ കുറച്ച് പേർക്ക് ഒരു ഹീലിംഗ് വരുന്നതായിരിക്കാം ഈ ഒരു സമയത്ത് വന്നിട്ട്. കുറച്ച് പേര് ഒത്തിരി പാസ്റ്റിലെ ഒത്തിരി മെമ്മറീസ്, ഒത്തിരി നല്ല കാര്യങ്ങൾ ഇന്നത്തെ ദിവസം എന്താ പറയുക എംബ്രേസ് ചെയ്യുന്നതായിട്ട്, ഓർക്കുന്നതായിട്ടും എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. അതും നിങ്ങളുടെ മനസ്സിൽ ഒത്തിരി സന്തോഷം കൊണ്ടുവരുന്നതായിട്ട് കാണുന്നുണ്ട്.
ഒത്തിരി ഫ്രണ്ട്ഷിപ്പിൻ്റെ എനർജിയും കാണുന്നുണ്ട്, ഒത്തിരി സൗഹൃദത്തിൻ്റെ എനർജിയും കാണുന്നുണ്ട് ഈ ഒരു സമയത്ത് വന്നിട്ട്. അപ്പോൾ അതുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള എന്തെങ്കിലും കാര്യങ്ങൾ ഈ ഒരു ദിവസം നിങ്ങളുടെ ലൈഫിലോട്ട് വരുന്നുണ്ടാകാം. ഇവിടെ 10 ഓഫ് സോഡ്സിൻ്റെ എനർജിയിൽ കുറച്ച് പേർക്ക് എൻഡിങ്സ് കാണുന്നുണ്ട്. എന്തെങ്കിലും ഒരു സിറ്റുവേഷൻ എൻഡ് ചെയ്യാനായിട്ടുള്ള ഒരു അവസരമായിരിക്കാം. കുറച്ച് പേർക്ക് ട്രാവൽ ഓപ്പർച്യൂണിറ്റി ആയിരിക്കാം. യാത്രകൾ കുറച്ച് പേർക്ക് ഈ ഒരു ദിവസം വരുന്നുണ്ടാകാം. കുറച്ച് പേര് എന്തെങ്കിലും ഒരു യാത്രയ്ക്ക് വേണ്ടിയിട്ട് തയ്യാറെടുപ്പ് നടത്തുന്ന ഒരു സമയവുമായിരിക്കും ഈ ഒരു ദിവസം വന്നിട്ട്. ഫൈനൽ ബ്ലെസ്സിങ് നോക്കാം. പൈൽ നമ്പർ 2 ഇന്നത്തെ. ഓക്കെ, ടവറിൻ്റെ എനർജിയാണ്. ഒത്തിരി സർപ്രൈസിൻ്റെ എനർജി കാണുന്നുണ്ട്. ഏസ് ഓഫ് പെൻറ്റക്കിൾസിൻ്റെ എനർജി. ചില സിറ്റുവേഷൻസ് എൻഡ് ചെയ്തിട്ട് ഒരു ന്യൂ ബിഗിനിങ് വരുന്നതാണ് നിങ്ങളുടെ ലൈഫിൽ ഈ ഒരു സമയത്ത് വന്നിട്ട്. ബാക്കിലും കണ്ടോ 8 ഓഫ് കപ്സിൻ്റെ എനർജിയാണ്. ലെറ്റ് ഗോ ചെയ്ത് മുന്നോട്ട് പോകുന്ന എനർജിയാണ് കാണുന്നത്. കുറച്ച് പേർക്ക് ഒത്തിരി ട്രാൻസ്ഫോർമേഷനാണ്, മാറ്റങ്ങളുടെ എനർജിയാണ്. അപ്പോൾ ഒത്തിരി ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള എനർജീസ് കാണുന്നുണ്ട്. കുറച്ച് പേരുടെ വിഷസ് ഫുൾഫില്ലായിട്ട് വരുന്നതാണ്. കുറച്ച് പേർക്ക് ഇൻറ്റ്യൂഷനായിട്ട് കണക്ട് ചെയ്തിട്ടുള്ള എനർജി, കുറച്ച് പേർക്ക് പാസ്റ്റിൽ നിന്നിട്ടുള്ള എനർജീസ് ബ്ലെസ്സിങ്ങിൻ്റെ രൂപത്തിൽ വരുന്നുണ്ട്. അപ്പോൾ ഓവറോൾ ബ്യൂട്ടിഫുൾ എനർജീസാണ്. അപ്പോൾ ഇത് നിങ്ങൾ എംബ്രേസ് ചെയ്യാനായിട്ട് ശ്രമിക്കുക. അപ്പോൾ ഇത്രയാണ് നിങ്ങൾക്കുള്ള മെസ്സേജസ് ആൻഡ് ഗൈഡൻസ് വന്നിട്ട്. നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഫാമിലി ഫ്രണ്ട്സൊക്കെ ആയിട്ട് ഷെയർ ചെയ്യാനായിട്ടും മറക്കാതിരിക്കുക. അടുത്ത റീഡിംഗ് ആയിട്ട് കാണുമ്പോൾ ബൈ ആൻഡ് ടേക്ക് കെയർ. താങ്ക് യു.